വിർജിനിറ്റി എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. വിർജിനിറ്റി എന്ന മിത്താണ്. ഹൈമൻ എന്ന് പറഞ്ഞ കന്യാചർമ്മം അതുള്ളതാണ്, മിത്തല്ല. ഹൈമനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ കൺസെപ്റ്റുകളൊക്കെ മിത്താണ്. എന്തുകൊണ്ടാണ് ഒരു ഗ്രേറ്റ് സെക്സ് നടന്നിട്ട് പോലും അവർക്കൊന്നും തോന്നാത്തത്? മാസ്റ്റുർബേഷൻ ചെയ്ത് അതിന്റെ പീക്ക് സ്റ്റേജിൽ അതിന്റെ എല്ലാ സ്റ്റേജിലുള്ള രസവും കിട്ടിക്കഴിഞ്ഞു, പിന്നെ ഒന്നിലും രസമില്ലാത്തൊരവസ്ഥ. സെക്ഷൽ അനീഡോനിയ എന്നാണ് പറയുന്നത്. ശരിക്കും സ്കേർട്ടിംഗ് എന്താണ്? ബ്ലാഡറിന്റെ അടിയിൽ ഉണ്ടാവുന്ന ഒരു സ്റ്റിമുലേഷൻ ആണ് ഇതിന് കാരണം. സ്കേർട്ടിംഗ് നടന്നു കരുതി അവർക്ക് ഓർഗാസം നടന്നു നിർബന്ധമൊന്നുമില്ല, പക്ഷെ അവർക്കൊരു സെക്ഷൽ നല്ലപോലെ പ്ലഷർ ഉണ്ടായി എന്നുള്ളതാണ്. എത്ര പ്രസ് ചെയ്താലും ബ്രസ്റ്റിന്റെ സൈസ് വലുതാവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതൊരു മിത്താണ്. നമുക്കൊരു വ്യക്തിയോട് സെക്സ് ചെയ്യണമെന്നും ചെയ്യില്ലെന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ദം. അവർക്കൊരു സേഫ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സെക്സ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഗർഭിണിയായിരിക്കുമ്പോൾ സെക്സ് ചെയ്യുന്നത് നല്ലതാണ്. ഗർഭിണിയായിരിക്കുമ്പോൾ നല്ലത് ചീത്ത ഒന്നുമില്ല. സെക്സ് ചെയ്യുന്നതിനും വിരോധമൊന്നുമില്ല. പിഗ്മെന്റേഷൻ ഈസ് നോർമലാണ്. അത് പ്രൈവറ്റ് പാർട്ടിന്റെ അവിടെ മാത്രമല്ല, പ്യൂബിക് ഏരിയയിലും ഇന്നർ തൈയിലും ജെനിറ്റലിലും ഉള്ള ഡാർക്ക്നെസ് ക്വൈറ്റ് നോർമലാണ്. ലീല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു ബിജു മനോന്റെ. ആ സിനിമയില് ഒരു ആനയുടെ, ഒരു മൃഗത്തിന്റെ മുന്നിന്നാണ് ഒരു പെൺകുട്ടിയെ സെക്സ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എഴുത്തുകാരൊക്കെ വലിയ രീതിയിൽ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നടൻ വിനായകൻ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ട്, ഞാൻ കണ്ടിട്ടില്ല എന്ന് കരുതി ഇങ്ങനെ ഒരു ലൈഫ് ഇല്ലെന്ന് കാണുന്നവരാണ്. അവനവന്റെ ജീവിതം വെച്ചിട്ടാണ് അവർ കാണുന്നത്, ഇങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത്. ഈ സ്ക്വേർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡ് ഉണ്ട്. അതായത് സെക്സ് ചെയ്യുന്ന സമയത്ത് സ്ത്രീകളുടെ ഒരു ഓർഗാസം ആണോ നമുക്കറിയില്ല, പക്ഷെ അതൊരു യൂറിൻ ആണോ എന്നും കൂടി അറിയില്ല. അത് ചില പുരുഷന്മാരപ്പൊ കൺഫ്യൂസ് ആവും. ഇത് ഇനി പീ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഇത് യൂറിൻ പോകുന്നതാണോ, അല്ലെ ഓർഗാസം ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ശരിക്കും സ്ക്വേർട്ടിംഗ് എന്താണ്? അത് ശരിക്കും ഓർഗാസം ആണോ, അല്ലെ അതൊരു യൂറിൻ ആണോ? മൂവിയിലൊക്കെ കാണുന്ന സ്കേർട്ടിംഗ് ശരിക്കും പ്രിട്ടൻഷൻ ആണ്, പക്ഷെ റിയൽ ആയിട്ട് സ്കേർട്ടിംഗ് ഉണ്ട്, പി അല്ല. അപ്പോ അത് ഓർഗാസത്തിലും വരാം, ഓർഗാസം ഇല്ലാത്തപ്പോഴും വരാം, ഒരു നല്ല എറോസൽ സ്റ്റേജിലും വരാം. ചിലർക്ക് ഓർഗാസം വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഈ സംഗതി സംഭവിക്കും. നല്ല പോലെ ഇങ്ങനെ ഒരു വെള്ളം പുറത്തേക്ക് ചീറ്റുന്നു, യൂറിത്രയിൽ നിന്ന്, അതായത് മൂത്രധാരത്തിൽ നിന്ന് പുറത്തേക്ക് ചീറ്റുന്നു. ഇത് ചെയ്യുന്നത് ബ്ലാഡറാണ്. ബ്ലാഡറിന്റെ അടിയിൽ ഉണ്ടാവുന്ന ഒരു സ്റ്റിമുലേഷൻ ആണ് ഇതിന് കാരണം. ഇതിലുണ്ടാവുന്ന പ്യൂർ യൂറിൻ അല്ല, വാട്ടർ യൂറിൻ മിക്സ് ആണ്. ചില യൂറിനും വാട്ടറും മിക്സ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണത്. അപ്പൊ ഈ ബ്ലാഡറിൽ കിടക്കുന്ന യൂറിനും പുറത്തേക്ക് തള്ളും. ഇത് സ്ത്രീ പീ ചെയ്യണതല്ല, അതിങ്ങനെ പുറത്തേക്ക് തള്ളപ്പെടുന്നതാണ്. നല്ല എറോസൽ എല്ലാ സ്ത്രീകളിലും ഉണ്ടാവണമെന്നില്ല. എക്സ്ട്രീം ഓർഗാസം കിട്ടുമ്പോഴല്ല. ചിലർക്ക് ഓർഗാസത്തിന്റെ സമയത്ത് ഇത് സംഭവിക്കാം, ചിലർക്ക് ഓർഗാസത്തിന് മുമ്പ് ഇത് സംഭവിക്കാം, ചിലർക്ക് എക്സ്ട്രീം ഓർഗാസത്തിലും സംഭവിക്കാം. പക്ഷെ ഇത് ഈ ഒരു സ്കേർട്ടിംഗ് നടന്നു കരുതി അവർക്ക് ഓർഗാസം നടന്നു നിർബന്ധമൊന്നുമില്ല, പക്ഷെ അവർക്കൊരു സെക്ഷൽ നല്ലപോലെ പ്ലഷർ ഉണ്ടായി എന്നുള്ളതാണ്. ചില സ്ത്രീകൾക്ക് നല്ല പോലെ ഫോർപ്ലേ ചെയ്തിട്ട് വരുന്ന, അവരെ ഡിപ്പെൻഡ്സ് ഹോർമോണൽ അല്ലെങ്കിൽ അവരുടെ ഒരു അവിടെ ഉണ്ടാകുന്ന ഒരു കൺട്രാക്ഷൻ സ്പാസ് ഒക്കെ അനുസരിച്ചിരിക്കും. കാരണം ഇത് ബ്ലാഡറാണ് തള്ളുന്നത്. അപ്പൊ അതനുസരിച്ചിരിക്കും ഈ സാധനം പുറത്തേക്ക് വരുന്നത്. പ്യുവർ ഈ ഒരു യൂറിൻ അല്ല, യൂറിൻ വിത്ത് വാട്ടർ വിത്ത് ചില ഫ്ലൂയിഡ്സ്, ഇതെല്ലാം കൂടി ഒരു മിക്സ് ആണ് ഇതിൽ സംഭവിക്കുന്നത്. എല്ലാ സ്ത്രീകളും സ്കേർട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. ചില സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ, 1/3 ഉള്ളൂ അങ്ങനെ സംഭവിക്കുന്നത്. ചിലർ ലൈഫിലെ ഇത് കാണാത്തവരുണ്ട്, ചിലർ എല്ലാ സെക്സിലും സെക്സ് ചെയ്യുമ്പോഴും സ്കേർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇറ്റ് ഡിപ്പെൻഡ്സ്. ഗർഭിണിയായിരിക്കുമ്പോൾ സെക്സ് ചെയ്യുന്നത് നല്ലതാണ്. ഗർഭിണിയായിരിക്കുമ്പോൾ നല്ലത് ചീത്ത ഒന്നുമില്ല. സെക്സ് ചെയ്യണേനും വിരോധമൊന്നുമില്ല. ഡിപ്പെൻഡ്സ് അവളുടെ കംഫർട്ട്. ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ, ആദ്യത്തെ ഒരു 3 മാസം ഒഴിവാക്കുന്നത് നല്ലത്. കാരണം അതൊരു പ്രഷർ അവിടെ ഉണ്ടായിട്ട് ഒരു അബോർഷനുള്ള പോസിബിലിറ്റീസ് ഒക്കെ കൂടുതലുള്ളത് കൊണ്ടും. അപ്പോൾ ബാക്കി ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അതിന്റെ റിസ്ക് സാധ്യതയും കുഴപ്പമില്ലെങ്കിൽ ചെയ്യണതിൽ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ സ്ത്രീ കംഫർട്ട് ആണോന്ന് നോക്കണം, പിന്നെ ആ ഒരു സേഫ് പീരീഡ് ആണോ എന്ന് നോക്കണം. കാരണം ഒരു ത്രട്ടൻഡ് അബോർഷനൊക്കെ ഒഴിവാക്കാനുള്ള ഇതിലേക്ക്. അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഗർഭിണി ആയിരിക്കുമ്പോൾ നമുക്ക് സേഫായിട്ട് സെക്സ് ചെയ്യാം. രണ്ടുപേരും ഓക്കെ ആണെങ്കിൽ അതേപോലെ തന്നെ സെക്സ് ചെയ്തു പോകാം. നമ്മുടെ പ്രൈവറ്റ് പാർട്സ് എന്തുകൊണ്ടാണ് ഭയങ്കര പിഗ്മെന്റഡ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് കളർ ആയിരിക്കുന്നത്?
എല്ലാവർക്കും ഉള്ള ഒരു അൺകംഫർട്ട്നെസ് ആണ് എൻ്റെ പാർട്ട്ണർ എൻ്റെ പ്രൈവറ്റ് പാർട്സ് കാണുമ്പോൾ. അത് നമ്മുടെ മറ്റുള്ള ശരീരഭാഗങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ ഒരു കളറുള്ള അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു കളറായിരിക്കാം. പക്ഷേ നമ്മുടെ ഒരു പ്രൈവറ്റ് പാർട്സിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര ഡാർക്ക് പിഗ്മെന്റേഷൻ ആണുള്ളത്. അപ്പൊ ചില ആളുകൾക്കെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ഒരു അൺകംഫർട്ട്നെസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് അത് ഇപ്പോൾ ഒരു ഡാർക്ക് പിഗ്മെന്റേഷൻ ഉള്ളത് പ്രൈവറ്റ് പാർട്സിന്? പിഗ്മെന്റേഷൻ ഈസ് നോർമലാണ്. അത് പ്രൈവറ്റ് പാർട്ടിന്റെ അവിടെ മാത്രമല്ല, നമ്മുടെ ഒരു പെരിനിയം അല്ലെങ്കിൽ പ്യൂബിക് ഏരിയ പ്ലസ് ജെനിറ്റൽ ആൻഡ് ഇന്നർ തൈ, ഇത്ര ഏരിയയിൽ ആ ഡാർക്ക്നെസ് വരാം. അത് മെയിനായിട്ടൊരു ഹോർമോണൽ ഇതാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഏരിയ ഡാർക്കായിട്ട് അല്ലെങ്കിൽ ബ്രൗൺ ഓർ ഡാർക്കിലേക്ക് ഇരിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. ക്വൈറ്റ് നോർമലാണ്. പിന്നെ അബ്നോർമലായിട്ട് സംഭവിക്കുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടൈറ്റ് ഡ്രസ്സ് ചിലരിടുന്നു, അത് എക്സ്ട്രാ പിഗ്മെന്റേഷൻ അവിടെ ആഡ് ചെയ്യുന്നു. പിന്നെ ഈ ഒരു ലേസർ പോലത്തെ അല്ലെങ്കിൽ ലേസർ അല്ല വാക്സ് പോലത്തെ ഹെയർ കളയാനായിട്ട് ഉപയോഗിക്കുമ്പോൾ മിക്കവാറും അവിടെ ഒരു എക്സ്ട്രാ പിഗ്മെന്റേഷൻ സൃഷ്ടിക്കാറുണ്ട്. പിന്നെ ഷേവ് ചെയ്യുന്ന സമയത്ത്, കാരണം ആക്ച്വലി ട്രിമ്മിങ് ആണ് മോർ അഡ്വൈസബിൾ. ഷേവ് ചെയ്യുന്നവർക്ക് ചിലർക്ക് അവിടെ മോർ ഡാർക്ക്നെസ് സംഭവിക്കാറുണ്ട്. ആവശ്യമില്ലാത്ത വല്ല ക്രീമോ അല്ലെങ്കിൽ പെർഫ്യൂമോ അവിടെ സെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്, മണം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നവർക്കും ഡാർക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റ് ഞാൻ പറഞ്ഞ ഏരിയയിൽ ഈ മൂന്നിടത്തിൽ, ഒരു പ്യൂബിക് ഏരിയയിലും ഇന്നർ തൈയിലും ജെനിറ്റലിലും ഉള്ള ഡാർക്ക്നെസ് ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ ആണ്. സ്ത്രീ ആയാലും പുരുഷനായാലും, പുരുഷനാഗ്രഹം സ്ത്രീയുടെ ഈ പ്രൈവറ്റ് പാർട്സ് ഒക്കെ ഷേവ് ചെയ്ത് ട്രിം ചെയ്ത് വളരെ ക്ലീൻ ആയിരിക്കുന്നതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നേരെ മറിച്ച് പുരുഷനാണെങ്കിൽ അവിടെ ആ ഒരു പ്രൈവറ്റ് പാർട്സിൽ ഒരു പ്യൂബിക് ഹെയർ ഒക്കെ വെക്കുന്ന ഒരാളാണ്. ശരിക്കും സ്ത്രീയും പുരുഷനും ഈ പ്രൈവറ്റ് പാർട്സിലെ ഹെയർസ് റിമൂവ് ചെയ്യേണ്ടത് ആവശ്യകതയാണ്. അത് ശരിക്കും ആവശ്യകതയല്ല, പക്ഷെ ഒന്ന് ട്രിം ചെയ്യണമെന്ന് നല്ലതാണ്. കാരണം അവിടെ ഈ സ്വെറ്റും ഇതൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ഒരു സ്മെല്ലും ഹൈജീൻ കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു ട്രിം ചെയ്ത് ഇടുകയാണെങ്കിൽ നല്ലതാണ്. ഇറ്റ്സ് നാച്ചുറലായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു ബോഡിയുടെ ഒരു ഏരിയ ആണ് അത്. പക്ഷേ ഒത്തിരി ഹെയറി ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ സ്മെല്ലൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവിടെ സ്വെറ്റിംഗ് കുറങ്ങൾ കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ അത് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ പുരുഷൻ ഷേവ് ചെയ്താലും സ്ത്രീ ഷേവ് ചെയ്താലും അത് അവരുടെ കംഫർട്ടാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഷേവ് ചെയ്ത് ക്ലീൻ ആക്കി ഇടുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു കംഫർട്ട് രണ്ടുപേർക്കും. പുരുഷന്മാർ ചിലർ ഷേവ് ചെയ്യുന്നവരുണ്ട്, ചിലർ ഷേവ് ചെയ്യാത്തവരുണ്ട്. പുരുഷന് അത്രയ്ക്ക് അതിനെ കുറിച്ച് ചിലർ കെയർ ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. രണ്ടിലും കുഴപ്പമൊന്നുമില്ല. മാരേജിന് മുമ്പ്, കല്യാണത്തിന് മുൻപ്, ഇപ്പൊ കല്യാണം ഉറപ്പിച്ചൊരു വ്യക്തിയായിട്ട് സെക്സ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? ഇത് ശരി തെറ്റോ എന്നുള്ളത് ഇല്ല. നമ്മൾക്കൊരു കൾച്ചറൽ വാല്യൂവിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് തെറ്റായിരിക്കാം. പക്ഷേ കല്യാണത്തിന് മുമ്പായാലും, കല്യാണം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്സ് ആണ് സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കൾച്ചറൽ അല്ലെങ്കിൽ റിലീജിയസ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടൊരു സംഭവമാണ് കല്യാണം എന്ന് പറഞ്ഞു. കാരണം ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യാനും ഒരു സിസ്റ്റം ഉണ്ടാക്കാനുമായിട്ട് അവർക്കൊരു സേഫ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കംഫർട്ടായിട്ടുള്ള ഇതിൽ സെക്സ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. മോർ നോക്കേണ്ടത് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ, പിന്നെ ഈ ഗിൽട്ട്, ഈ വക കാര്യങ്ങൾ, സേഫ്റ്റി ഒരു ഇതാണ്. മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ല. അതും കൂടിയിട്ട് അവരെ യൂസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പാടില്ല. ഇങ്ങനെയല്ലാതെ ഉള്ള അവസ്ഥയിൽ ഇപ്പോൾ ചെയ്യണേൽ ഇറ്റ് ഈസ് ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ ഒപ്പീനിയൻ ആൻഡ് ചോയ്സ് ആണ്. നമുക്കൊരു വ്യക്തിയോട് സെക്സ് ചെയ്യണമെന്നും ചെയ്യില്ലെന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ദം. അത് ചെയ്തു എന്ന് വിചാരിച്ചാൽ ഇറ്റ് ഈസ് ബയോളജിക്കലായിട്ടൊരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അവർ തമ്മിലൊരു ഫസ്റ്റ് ഒരു അറ്റാച്ച്മെന്റ് വരുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുന്നു. ഓക്സിറ്റോക്സിൻ, ഡോപ്പാമിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മോർ ഇൻറ്റിമസി വരുന്നു. അപ്പോൾ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നു. ആ അട്രാക്ഷൻ ഒരു സെക്ഷൽ ആക്ടിലേക്ക് എത്തുന്നു. അപ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ അത് സേഫായ അറ്റ്മോസ്ഫിയറിലാണോ എന്ന് നോക്കണം. നാളെ പോയി ഒരു ബുദ്ധിമുട്ടിലേക്ക് വരരുത്. നാളെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഗിൽട്ടുമായിട്ട് വന്നിട്ട് ഇതൊരു സെക്ഷൽ ഫീലിംഗ്, ഞാനത് തെറ്റ് ചെയ്തു, അത് പിന്നെ ലൈഫ് ലോങ് ഞാൻ തെറ്റ് ചെയ്തു എൻ്റെ മനസ്സിനോട് ഞാൻ റിപ്പീറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എൻ്റെ ശരീരത്തിലും മനസ്സിലും ഞാൻ അനുഭവിക്കും. കാരണം ഞാൻ എന്നോട് തന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന എന്തും എൻ്റെ ശരീരത്തിലും മനസ്സിലും ബാധിക്കും. ഈ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മ്യൂച്വൽ കൺസെന്റോടുകൂടി നിങ്ങൾക്ക് ചെയ്യണേൽ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. എത്ര നല്ല ഗ്രേറ്റ് സെക്സ് ആണെങ്കിലും ആ സെക്സ് ചെയ്തു കഴിഞ്ഞാൽ ചില പുരുഷന്മാർക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു നംനെസ് ആണ്, അല്ലെങ്കിൽ ശരീരം ഒരു കൂൾഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്, പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ഉണ്ടാവുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഒരു ഗ്രേറ്റ് സെക്സ് നടന്നിട്ട് പോലും അവർക്കൊന്നും തോന്നാത്തത്? ഇങ്ങനെയുള്ള കേസുകൾ കുറേ ഉണ്ട്. ഇതെന്തെന്ന് പോലും പലർക്കും അറിയാൻ പാടില്ല.
എൻ്റെ ക്ലിനിക്കിൽ തന്നെ പല കേസുകൾ വന്നിട്ടുണ്ട്. അതായത് ഒരു സെക്സ് ചെയ്തു, ഇജാക്കുലേഷൻ നടന്നു, ഒരു പ്ലഷറോ സെൻസേഷനോ ഈ വ്യക്തി അറിഞ്ഞിട്ടില്ല. ഭയങ്കര ഒരു നിരാശയിലേക്ക് എത്തും. ഇത് തന്നെ സ്ത്രീകളിലും അനുഭവപ്പെടാറുണ്ട്. കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നു കൂടുതലും എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത കേസുകൾ പുരുഷന്മാരിൽ, കുറച്ച് കേസുകൾ മാത്രമാണ് സ്ത്രീകൾ കേസുകൾ കണ്ടിട്ടുള്ളത്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെനി കാരണങ്ങളാണ്. പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു സെക്ഷൽ ട്രോമ, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ, ആങ്സൈറ്റി പോലത്തെ ഉള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഡോപ്പാമിൻ ഫാറ്റിക് എന്ന് പറയും. അതായത് എൻ്റെ ശരീരത്തിൽ ആവശ്യത്തിലുള്ള ഡോപ്പാമിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഓവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എനിക്ക് അതിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരവസ്ഥ. അതായത് ഓവർ മാസ്റ്റുബേഷൻ ചെയ്യുന്ന ആളുകൾ, മാസ്റ്റുബേഷൻ ചെയ്ത് അതിന്റെ പീക്ക് സ്റ്റേജിൽ അതിന്റെ എല്ലാ സ്റ്റേജിലുള്ള രസവും കിട്ടിക്കഴിഞ്ഞു, പിന്നെ ഒന്നിലും രസമില്ലാത്തൊരവസ്ഥ. അങ്ങനെയുള്ളവർക്കും ഇങ്ങനെ ഒരു നോർമൽ സെക്സ് വരുന്ന സമയത്ത് അവർക്ക് ഈ സെൻസ് ഓഫ് ഓർഗൻസ് തീരെ വർക്ക് ചെയ്യില്ല, അവർക്ക് ഒരു ഫീലും വരില്ല. അപ്പൊ നമ്മൾ അവിടെ വരുന്ന സമയത്ത് ഇതിന് സെക്സ് തെറാപ്പിയാണ് ചെയ്യുന്നത്. സെൻസേറ്റ് ഫോക്കസ് എക്സസൈസ് എന്നൊക്കെ പറഞ്ഞ കുറെ പരിപാടികളുണ്ട്. പിന്നെ അവരെ റൂട്ട് കോസുകളെ കണ്ടെത്തണം. എന്തെങ്കിലും സെക്ഷൽ ട്രോമ ഉണ്ടായിട്ടുണ്ടോ, അപ്പൊ അല്ലെങ്കിൽ ഒരു ഫിയർ ഉണ്ടായിട്ടുണ്ടോ, അത് കറക്റ്റ് ചെയ്യണം. ഇതിലും കറക്റ്റ് ചെയ്യാത്ത ചില ആളുകളുണ്ട്. ഫിസിക്കലായിരിക്കും അവരുടെ പ്രോബ്ലം. അപ്പൊ അവർക്ക് ഡോപ്പാമിൻ ഇഞ്ചക്ഷനോ ടാബ്ലറ്റോ പോലെ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം അവരെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരണം. ഒന്നാമത്തെ 5 സെൻസസ് സെൻസ് ചെയ്യുന്ന സെൻസർ ഫീലിംഗ് ബ്രെയിനിലേക്ക് തിരിച്ചു വരുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ കറക്റ്റ് ചെയ്യാണ് ഈ ഒരു ഇതിലൂടെ ശരി. ഇതിന് സാധാരണ പറയുന്നത് സെക്ഷൽ അനിഡോനിയ എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഈ ടേം ഇതിന് യൂസ് ചെയ്യുന്നത്. മെനി സെക്ഷൽ അനിഡോനിയ സഫർ ചെയ്യുന്ന ആൾക്കാർ ഇന്ന് ഒത്തിരി ഉണ്ട്. പിന്നെ എന്ത് ചെയ്യണം, എവിടെ കാണണം, ആരെ കൺസൾട്ട് ചെയ്യണം, ഒന്നും അറിയില്ല. ഇതിനൊരു പരിഹാരമുണ്ടോ, അക്സെപ്റ്റ് ചെയ്ത് എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, മാരേജ് ചെയ്യാൻ ഫിയർ ചെയ്ത ആൾക്കാർ വരെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ മാരേജ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് അതിൽ നിന്നൊരു സംതൃപ്തി ഇല്ല. കുറച്ച് നേരമൊക്കെ എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റും, അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പ്രിറ്റൻഡ് ചെയ്യാൻ പറ്റും, പക്ഷെ റിയൽ ലൈഫിൽ എനിക്ക് യാതൊരു സെക്ഷൽ പ്ലഷർ കിട്ടുന്നില്ല എന്നൊരവസ്ഥ. ലീല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു ബിജു മനോന്റെ. ആ സിനിമയില് ഒരു ആനയുടെ, ഒരു മൃഗത്തിന്റെ മുന്നിൽ നിന്നാണ് ഒരു പെൺകുട്ടിയെ സെക്സ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അത് ആ ഒരു സിനിമ ഭയങ്കരമായി പ്രോബ്ലമാറ്റിക് ആയിരുന്നു. വിനായകനൊക്കെ എഴുത്തുകാരൊക്കെ വലിയ രീതിയിൽ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നടൻ വിനായകൻ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ട്. അത് ശരിക്കും അത്തരത്തിലൊരു സിനിമ എങ്ങനെയാണ് അവർക്ക് എടുക്കാൻ തോന്നിയത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊരു സ്ക്രിപ്റ്റ് എങ്ങനെയാണ് വന്നത്? ശരിക്കും അങ്ങനെ ഒരു മൃഗത്തിന്റെ മുന്നിലൊക്കെ ഒരു സ്ത്രീയെ സെക്സ് ചെയ്യാന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ഒരു ഡിസോർഡർ ആണോ? ഫസ്റ്റ് ഈ ഒരു അതിനെ കുറെ ക്രിട്ടിസൈസ് ചെയ്തെന്ന് പറഞ്ഞില്ല, അതിന്റെ ആവശ്യമില്ല. ഇത് സൈക്കോളജിക്കൽ ഒരു അബ്നോർമാലിറ്റിയാണ്. അത് ആ പടത്തിന്റെ ഡയറക്ടറോ അല്ലെങ്കിൽ അതിന്റെ തിരക്കഥാകൃത്തോ വളരെ ഭംഗിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു എന്നുള്ളൂ. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് കരുതി ഇങ്ങനെ ഒരു ലൈഫ് ഇല്ലെന്ന് കാണുന്നവരാണ്. അവനവന്റെ ജീവിതം വെച്ചിട്ടാണ് അവർ കാണുന്നത്, ഇങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത്. ഒരു ഫെറ്റിഷം പോലത്തെ ഒരു ഇതെന്ന് പറയുന്ന പോലത്തെ ഒരു അബ്നോർമാലിറ്റിയാണത്. എന്തുകൊണ്ട് അബ്നോർമാലിറ്റി വരും എന്ന് പറഞ്ഞാൽ വീക്ക് പേഴ്സൺസ് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് അവരെപ്പോഴെങ്കിലും ഇൻഫീരിയർ, ഹെൽപ്ലെസ് ആയിട്ടുള്ള ആൾക്കാർ, വീക്കായിട്ടുള്ള ആൾക്കാർ, അപ്പൊ അവര് സ്ട്രോങ് ആണെന്ന് അവരുടെ മനസ്സിനോ മറ്റുള്ളവരെ ഷോ ചെയ്യാനായിട്ട് കാണിക്കുന്ന ഒരു ബിഹേവിയറാണ്. കാരണം അവരുടെ മനസ്സിൽ ഞാൻ വീക്കാണ്, ഇൻഫീരിയർ ആണ്, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. അപ്പൊ ഊതിപ്പീർപ്പിച്ച ഒരു പേഴ്സണാലിറ്റി എൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഞാൻ ആനയുടെ ചിഹ്നം എന്താ? ആന ഭയങ്കര അതോറിറ്റീവും വലിയൊരു മൃഗമാണ്. അപ്പോ അതിന്റെ മുമ്പിലും ചെയ്യുമ്പോൾ എൻ്റെ പവർ എന്നിൽ ആക്ച്വലി വളരെ വീക്കായിട്ടുള്ളവര്, അവനവനിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തവര് മറ്റുള്ളവരെ ഷോ ചെയ്യാനായിട്ട് എൻ്റെ ഒരു പവർ കാണിക്കും. ഇത് പവറാണ് ഇതിനെ കാണിക്കുന്നത്. ഇല്ലാത്ത പവർ ഷോ ചെയ്യാൻ കാണിക്കുന്ന ഒരു വൈകൃതമാണ് ഈ കാണുന്നത്. ഇങ്ങനെയുള്ള വൈകൃതം ഉള്ളവരുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഹൈമൻ ഒരുപാട് കാലം കുറെ പഴികേട്ട ഒരു സംഭവമാണ് ഹൈമൻ എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് ആദ്യ രാത്രി ഈ ഹൈമൻ ഇന്റർകോഴ്സ് ചെയ്തിട്ട് ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാല് സ്ത്രീ വെർജിൻ ആണോ അല്ലയോ എന്ന് പോലും പറയുള്ളൂ. ചില സ്ത്രീകൾക്ക് ഈ ഹൈമൻ എന്ന് പറഞ്ഞ സംഭവം ഒരു പ്യൂബർട്ടി ടൈം തന്നെ പോയേക്കാം. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് ബ്ലീഡ് ചെയ്തിട്ടില്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ പറയുന്നിട്ടുണ്ട്, വൈറ്റ് സാരിയൊക്കെ ഇട്ടിട്ടാണ് സ്ത്രീകളെ ആദ്യ രാത്രി ആ മുറിയിലേക്ക്, കിടപ്പറയിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് അതിൽ ബ്ലഡ് വന്നെങ്കിൽ മാത്രമേ ആ സ്ത്രീയെ ഭാര്യയായിട്ട് അംഗീകരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വെർജിൻ ആണ് എന്ന് അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും ഹൈമൻ എന്ന് പറയുന്നത് ഒരു മിത്താണോ അല്ലെങ്കിൽ സെറ്റ് ഫാക്ട്? ഹൈമൻ എന്ന് പറഞ്ഞ കന്യാചർമ്മം അതുള്ളതാണ്, മിത്തല്ല. പക്ഷെ ഹൈമനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ കൺസെപ്റ്റുകളൊക്കെ മിത്താണ്. ഒന്ന് വെർജിനിറ്റി തന്നെ മിത്താണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ്. ഇത് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള സാധനമാണ്. പിന്നെ ഹൈമൻ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ് ടിഷ്യൂ ആണ്.
അത് കുറേ പേർക്ക് ബൈ ബർത്ത് ഹൈമൻ ഇല്ലായിരിക്കും. ആ കുറച്ച് പേർക്ക് സോഫ്റ്റ് ഹൈമൻ ആയിരിക്കും, കുറച്ച് പേർക്ക് ഇത്തിരി കൂടി ഹാർഡായി. ഹാർഡായി കഴിയുമ്പോൾ സർജിക്കലൂടെ ഹെൽപ്പോടുകൂടി റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ സോഫ്റ്റ് ഇല്ലാത്തവരുണ്ട്, സോഫ്റ്റ് ആയിട്ടുള്ളവരുണ്ട്. ഇവരെന്ത് പറ്റും, അവരൊരു സ്പോർട്സ് ബിഹേവിയർ അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടിയോ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റായിട്ട് ഓടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മാസ്റ്റുബേഷൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ചെയ്യും. ഇതിൻ്റെ ഉള്ള മിത്ത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈമൻ വിർജിനിറ്റിയുടെ ഭാഗമാണെന്നുള്ള ഒരു മിത്ത്. രണ്ടാമത് നേരത്തെ പറഞ്ഞതിൽ ബ്ലഡ് വന്നാലാണ് ഇത്, അതൊക്കെ ഒരു മിത്തുകളാണ്. പക്ഷെ പണ്ട് കാലത്ത് ഇതുപോലെ വൈറ്റ് സാരി ഒക്കെ എടുത്ത് ഇതേപോലെ ഈ മിത്തിന്റെ പുറകിൽ, ഈ മിത്തൊക്കെ എവിടെ നിന്ന് വന്ന് നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെട്ടവരാണ്. നമ്മുടെ ഉള്ളിലേക്ക് വന്നവരാ നമ്മുടെ എൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിന്റെ പാരന്റ്സിൽ നിന്നും അവർക്ക് കിട്ടി അവർ നമ്മളിലേക്ക് വന്നു, സൊസൈറ്റിയിൽ നിന്നും കൾച്ചറിൽ നിന്നും നമ്മുടെ തലയിലേക്ക് വന്നു. ഇതിന്റെ യാതൊരു എവിഡൻസ് ബേസ്ഡ് അല്ലാതെ നമ്മൾ അങ്ങനെ തന്നെ അതെടുത്ത് വിഴുങ്ങുന്നു, വിശ്വസിക്കുന്നു. എന്നിട്ട് നമ്മൾ അതിന്റെ പുറകെ പോകുന്നു, കല്യാണങ്ങൾ സെപ്പറേറ്റ് ആവുന്നു, അവൾ പതിവ്രതയല്ല എന്ന് സൊസൈറ്റി വിധി എഴുതുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റ് വിർജിനിറ്റി എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഹൈമനും ഒരു സോഫ്റ്റ് ടിഷ്യൂ ആണ്, എല്ലാവർക്കും ഉണ്ടാവില്ല. ചിലർക്ക് ഹാർഡായിരിക്കും, ചിലർക്ക് സോഫ്റ്റ് ആയിരിക്കും, ചിലർക്ക് ഉണ്ടാവില്ല. ഒരു സിനിമയില് കാമുകി എന്ന് പറഞ്ഞ സിനിമയില് അപർണ ബാലമുരളി ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നുണ്ട്. എന്റെ ബ്രസ്റ്റ് സൈസ് ഭയങ്കര കുറവാണ്, എനിക്ക് കൂടാനുള്ള എന്തെങ്കിലും മെഡിസിൻ തരുമോ ഡോക്ടറെ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ഒരു റൂമേഴ്സ് പറയുന്ന കേട്ടിട്ടുണ്ട്, ബ്രസ്റ്റിന്റെ സൈസ് കൂട്ടണം എന്നാൽ നിങ്ങൾ റിലേഷൻഷിപ്പ് ആവുമ്പോ ആ ഒരു പ്രസ്സിങ്ങിന്റെ ഒക്കെ ഒരു രീതിയിലാണ് ഈ ബ്രസ്റ്റിന്റെ സൈസ് എൻലാർജ് ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഇത് ഹോർമോണിലൂടെയാണോ ബ്രസ്റ്റിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രസ്സിങ്ങിലൂടെ ബ്രസ്റ്റിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യപ്പെടും? ഒരു കുറെ പേർക്ക് ഇങ്ങനെ ഒരു സിനിമ കണ്ട രീതിയിൽ ഒരു ആങ്സൈറ്റി ഉണ്ട്, ഈ ഒരു ബ്രസ്റ്റ് സൈസ് ചെറുതാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവോ അല്ലെങ്കിൽ ഞാൻ അവഗണിക്കപ്പെടും എന്നുള്ളത്. ബ്രസ്റ്റ് സൈസ് ഡിപ്പെൻസ് നിങ്ങളുടെ ജെനറ്റിക്സ്, ഹോർമോണൽ, നിങ്ങളുടെ ബോഡി ടൈപ്പ്. ഫാറ്റി ബോഡി ആണെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. ഇതിനനുസരിച്ചാണ് ഒരാളുടെ ബ്രസ്റ്റിന്റെ സൈസ്. ഒരിക്കലും നമ്മൾ അതിൽ എത്ര പ്രസ് ചെയ്താലും ബ്രസ്റ്റിന്റെ സൈസ് വലുതാവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതൊരു മിത്താണ്. പക്ഷെ ഒരു ഫാറ്റി ആയിട്ടൊരു ബോഡിയിലേക്ക് വരുമ്പോൾ കല്യാണം കഴിയുന്ന സമയത്ത് ചെറിയ ചേഞ്ചസ് വരുന്നതിന്റെ കാരണം മെയിനായിട്ട് പ്യൂബർട്ടി സ്റ്റേജിൽ ഒരു ബ്രസ്റ്റ് സൈസ് വലുതാവുന്നുണ്ട്. രണ്ടാമത് ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ ബ്രസ്റ്റ് സൈസ് വലുതാവുന്നുണ്ട്. ഫീഡിങ്ങിൽ ബ്രസ്റ്റിന്റെ സൈസ് വലുതാവുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇതിൽ എത്ര പ്രസ് ചെയ്തുകൊണ്ടിരുന്നാലും ഇത് വലുതാവാൻ പോണില്ല. പിന്നെ ഹോർമോൺ ഞാൻ പറഞ്ഞ രീതിയിലൊരു ഫാക്ടർ മാത്രമാണ്, ജനറ്റിക്കലായ ഫാക്ടർ ഉണ്ട്. പിന്നെ ജനറലി ഫാറ്റി ആയിട്ട് ബോഡിയിൽ മാറുന്ന സമയത്ത് അതിന്റെ ചേഞ്ചസ് അതിൽ സംഭവിക്കും, അത്രേ ഇതിൽ സംഭവിക്കുള്ളൂ. ഇന്നത്തെ കാലത്തെ കുട്ടികൾ, അതായത് സ്കൂളിൽ പഠിക്കുന്ന ഒരു 7ാം ക്ലാസ്സോ അല്ല 6ാം ക്ലാസ്സോ ഉള്ള കുട്ടികളടക്കം ഈ ടെലിഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ച് ഈ പോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത്, ഈ സെക്സ് വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത്, അവർക്കറിയില്ല ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കള് കൂട്ടുകാരിയുടെ ഒരു വീഡിയോസ് ഒക്കെ ആയിരിക്കും ഇരുന്ന് കാണുന്നുണ്ടാവും ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. അപ്പൊ ഈ പോൺ വാച്ചിങ് ഇപ്പോഴത്തെ ജനറേഷനിൽ വളരെയധികം കൂടുതലാണ്. ഈ കുട്ടികളുടെ പേരൻസ് എങ്ങനെയാണ് അവരെ ശ്രദ്ധിക്കേണ്ടത്, അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? പോൺ ഇപ്പൊ കുട്ടികൾ വരെ കാണുന്നുണ്ട്, അതെന്തെന്ന് അറിഞ്ഞിട്ടല്ല, ഒരു കൗതുകമാണ്. എന്റെ ക്ലിനിക്കിൽ വന്ന ഒരു കേസാണ്, ചെറിയ പെൺകുട്ടീനെ വേറൊരു കുട്ടി വന്ന് ചുണ്ടിൽ കിസ് ചെയ്തു. അതിനുശേഷം അവളോട് പറഞ്ഞു ലവ് ഇതൊക്കെ കുട്ടി പറയാണ്. അപ്പോഴാണ് കുട്ടി എന്നിട്ട് വീട്ടിൽ പോയിട്ട് പാരന്റിനോട് പറയുന്നു. പാരന്റ് സ്കൂളിൽ പോയി ടീച്ചറെ ഇൻഫോം ചെയ്തു. ചില പാരന്റ് ഈ കുട്ടികളിലേക്ക് ഇത് കിട്ടുന്ന പാരന്റ്സിൽ തന്നെയാണ്. അവരവിടെ മൊബൈല് കൊടുത്തിട്ടുണ്ടാവും. ഈ മൊബൈലിൽ പാരന്റിന്റെ മൊബൈലിൽ ഈ വീഡിയോ അല്ലെങ്കിൽ അയാൾ മുമ്പ് കണ്ട വീഡിയോ ഈ കുട്ടി അറിയാതെ ഓരോന്ന് സെർച്ച് ചെയ്ത്, കുട്ടികൾ വളരെ ചെറുതാണ് നമ്മൾ കരുതും, അവരതിൽ പോയി കാണുമ്പോൾ അവർക്കൊരു കൗതുകം തോന്നുന്നു. ഈ കൗതുകം വീണ്ടും അതേ കൗതുകത്തിലേക്ക് പോകുന്നു. ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതേ പ്രായത്തിലൊക്കെ ഒരു പ്ലഷർ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്ലഷർ ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു ബ്രെയിനിലേക്ക് നിൽക്കുന്ന ഒരു സെൻസേഷൻ ഉണ്ടാവും. ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പൊ ഇത് പ്രത്യേകിച്ച് അവൈലബിലിറ്റി ആണ്. നമുക്കിപ്പോൾ ഇത് എവിടെയും കിട്ടും, ഏത് കുട്ടിക്ക് വേണമെങ്കിലും തുറന്ന് കാണാം. അപ്പോൾ പാരൻസ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ കാണുന്ന ഒരു ഓപ്പൺ ആയിട്ട് കൊടുക്കുന്ന ഈ സാധനത്തിന് ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പാരന്റിങ് ലോക്ക് ഉണ്ടാവാനുള്ള സമയത്തുണ്ട്. നമ്മൾ ആവശ്യമില്ലാത്ത കുട്ടികൾക്ക് ഈ പാസ്വേഡ് പ്രൊട്ടക്ടർ അല്ലാത്ത മൊബൈൽ അവർക്ക് കൊടുക്കരുന്നുണ്ട്. പിന്നെ സോഴ്സുകൾ, അതായത് ഈ കുട്ടിക്ക് മിക്കവാറും ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നെറ്റ് കണക്ഷൻ ആവശ്യമായിട്ട് വരുന്നതുകൊണ്ട് മിക്കവർക്കും ലാപ്ടോപ്പ് പോലത്തെ സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ ഒരു പേഴ്സണൽ PC ഉണ്ടാകുന്ന സമയത്ത് അതെല്ലാം ബ്ലോക്ക്ഡ് ആണോ റെസ്ട്രിക്റ്റഡ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
പിന്നെ കുട്ടിയെ ഓപ്പൺ ആയിട്ട് കേൾക്കുക എന്നുള്ളതാണ്, മുൻവിധികളില്ലാതെ. എന്തെങ്കിലും കുട്ടി ചോദിക്കുന്ന സമയത്ത് ചാടിക്കറി അല്ലെ അവനെ കുറ്റം പറഞ്ഞിട്ടോ നീ ഇത് എവിടെ നിന്ന് കിട്ടി എവിടെ നിന്ന് കണ്ടു എന്ന് പറയും. അപ്പൊ അവർ മറ്റുള്ളവരോട് ചോദിച്ചറിയാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. റോങ് ഇൻഫോർമേഷനിലേക്ക് അവരെത്തും. അപ്പൊ നമ്മളത് കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഗുഡ് സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും. ഒരു ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്തെന്ന് മനസ്സിലാകുന്നു, എവിടെയൊക്കെ എന്റെ തൊടാം അല്ലെങ്കിൽ എവിടെ തൊടരുതെന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് കൊടുക്കുക. അത് ആണായാലും പെണ്ണായാലും. ചിലപ്പോൾ ഉണ്ട് ഒരു ആൺകുട്ടി പെൺകുട്ടി ആയാലും ഇതേ ടച്ച് ചെയ്ത ഏത് ടച്ചും ബാഡ് ടച്ച് തന്നെയാണ്, ഗുഡ് ടച്ച് ആണെന്ന് പഠിപ്പിക്കുക. എന്തൊക്കെ കാണണം എന്തൊക്കെ കാണരുത്. അപ്പൊ കുട്ടി ചോദിക്കും എന്തുകൊണ്ട് ഇത് കണ്ടുകൂടാ, അല്ലെങ്കിൽ ഇതിനെന്താ കുഴപ്പം. ഇതിന് വ്യക്തമായിട്ട് ഉത്തരം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, അതെന്താണെന്നുള്ളതും. അപ്പോൾ ഇത് പലതും നമ്മൾ ഹൈഡ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടികൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാനും റോങ് ഇൻഫർമേഷൻ അവരുള്ളിലേക്ക് കിട്ടാനും സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ അവൈലബിലിറ്റിയാണ് ഇതിന്റെ മെയിൻ കാരണം. നമ്മൾ പാരന്റ്സ് തന്നെ അതിന് റെസ്ട്രിക്ഷൻ ഇടണം. കുട്ടിക്ക് ഇത്തരം കാര്യങ്ങൾ കിട്ടാനുള്ള സാധ്യതകൾ ഒഴിവാക്കണം. ഇവിടെ കിട്ടിയില്ലെങ്കിൽ കുട്ടി മറ്റുള്ളവരിൽ നിന്ന് നേടുന്നുണ്ട്. കൂടെയുള്ള കുട്ടികൾ ഇത്തരം സാധനങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചാലും ബുദ്ധിമുട്ട് തന്നെയാണ്. ഏർലി സ്റ്റേജിലേക്ക് ഫോൺ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അവര് സെക്സ് എന്ന് പറഞ്ഞ സംഗതി റിയൽ സെക്സുമായിട്ട് അവരുടെ ലൈഫിൽ ഉള്ളത് ഈ ഫോണിൽ കാണുന്ന റിയലിസ്റ്റിക് അല്ലാത്ത ഇൻഫോർമേഷൻസ് ആയിരിക്കും. അത് ഒരിക്കലും റിയാലിറ്റിയിൽ ഇല്ലാത്തൊരു കാര്യമാണെന്ന് അവർക്ക് അറിയില്ല. അവരുടെ എക്സ്പെക്ടേഷനനുസരിച്ച് ഇത് ഡിമാൻഡ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതാകുമ്പോൾ അതൊരു ഫെയിലിയർ ആയിട്ട് അവരുടെ മാരേജിലും ഇതിലേക്കും വരും. പിന്നെ അവർക്ക് ഇതിന്റെ പിന്നാലെ പോവാനും ഡിഫറൻസ് ആയിട്ടുള്ള ഈ തരം ഇതിലേക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഇവർക്ക് കാണാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കോണ്ടം നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നത് അൺവാണ്ടഡ് പ്രഗ്നൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ കോണ്ടത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് 100% സേഫ് അല്ല. അത് എന്തുകൊണ്ടാണ്? അത് അങ്ങനെ എഴുതാൻ കാരണം ഒരു കോണ്ടം മിക്കവാറും 98% സേഫ് തന്നെയാണ്. അത് അങ്ങനെ എഴുതാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബിഹേവിയർ ആണ്. ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും ഈ കോണ്ടം കറക്റ്റ് സൈസ് കോണ്ടം അല്ല തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഈ കോണ്ടം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. പിന്നെ ചിലർ കോണ്ടം ലാസ്റ്റ് മൊമെന്റിൽ ഇടാൻ വേണ്ടി വച്ചിരിക്കും. അപ്പോഴേക്കും നമുക്ക് ഈ ഇജാക്കുലേഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ ചെറിയ രീതിയിൽ ഒരു ഇത് പാസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 1-2 ഡ്രോപ്പ് പോലെ പോകുന്നുണ്ടെങ്കിൽ അതിലും പ്രഗ്നൻസിക്കുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പൊ അവര് ആ സമയത്ത് ഇത് യൂസ് ചെയ്യില്ല. ലാസ്റ്റ് മൊമെന്റിൽ കോണ്ടം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് ഇത് സേഫ് അല്ലെന്ന് പറയും. പിന്നെ ചിലരുണ്ട് ഡബിൾ കോണ്ടൊക്കെ യൂസ് ചെയ്ത്, അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇത് അതും ഡേഞ്ചർ തന്നെയാണ്. ഒരു ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു കോണ്ടം യൂസ് ചെയ്യുക, ടിയർ ഉണ്ടോ എന്ന് ഉറപ്പാക്കുക, എക്സ്പയർഡ് ആണോ എന്ന് ഉറപ്പാക്കുക. കാരണം എക്സ്പയർ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഇപ്പൊ ഉള്ളതിൽ വെച്ചിട്ട് നമ്മളൊരു STD പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലത് കോണ്ടം തന്നെയാണ്. അതിന്റെ ഒരു നമ്മൾ ഈ യൂറോപ്പിലൊക്കെ ഉള്ള ഒരു പ്രാക്ടീസാണ് 100% സേഫ് അല്ല. കാരണം അവര് എല്ലാത്തിലും ഉള്ള കാര്യം വ്യക്തമായിട്ട് പറയണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് ഇത് 100% സേഫ് അല്ലാത്തത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ചില ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ ആയേക്കാം, ചില ആളുകൾക്ക് ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായേക്കാം. പക്ഷേ നമ്മളിപ്പോൾ സംസാരിച്ചത് മുഴുവൻ ഒരു സെക്ഷൽ ഹെൽത്തിനെ കുറിച്ചാണ്, എങ്ങനെ ഒരു സേഫ് സെക്സ് നടത്തണം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്ന കമ്മിങ് എപ്പിസോഡ്സിൽ സംസാരിക്കാനുണ്ട്. ഇത്രയും സമയം സംസാരിച്ചതിൽ താങ്ക് യു ഡോക്ടർ. ഓക്കെ, താങ്ക് യു.